നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വാർത്തകളെ കൊണ്ട് നിറഞ്ഞ ഒരു ദിവസത്തേക്ക് നമ്മൾ വീണ്ടും കടക്കുകയാണ്. ആദ്യം പരിശോധിക്കാം മഴ മുന്നറിയിപ്പ്. ഇന്ന് ചില ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. വരുന്ന മണിക്കൂറിലെ മഴ മുന്നറിയിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. വരുന്ന മണിക്കൂറുകളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല, ഇന്ന് ഏതൊക്കെ ജില്ലകളാണ് മഴ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ കിട്ടുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മാത്രമല്ല, കിഴക്കൻ ഉത്തർപ്രദേശിൽ നിന്ന് തുടങ്ങി മധ്യ മഹാരാഷ്ട്ര, മറാത്ത്വാഡ, കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, കേരളം എന്നിവയ്ക്ക് മുകളിലൂടെ ലക്ഷദ്വീപ് വരെ നീളുന്ന ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നു. തെക്കൻ ലക്ഷദ്വീപിനോട് ചേർന്നുള്ള തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിന്ന് തുടങ്ങി കേരളം, തെക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾ, റായലസീമ എന്നിവയ്ക്ക് മുകളിലൂടെ തെക്കൻ തീരദേശ ആന്ധ്രാപ്രദേശിന് മുകളിലൂടെ ചക്രവാത ചുഴി വരെ നീളുന്ന മറ്റൊരു ന്യൂനമർദ്ദപാത്തിയും തുടരുന്നുണ്ട്. കാലവർഷം ഈ മാസം 26 എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 4 ദിവസം വരെ മുന്നോട്ടോ പിന്നോട്ടോ, ഈ തീയതിയിൽ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ വ്യത്യാസം വരാം. മെയ് 21 വരെ, അതായത് ഇന്ന് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും അതോടൊപ്പം ഇടിമിന്നലിനും സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ കള്ളക്കടൽ പ്രതിഭാസ ജാഗ്രത, മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഒരുപാട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മതയോടെ ആയിരിക്കുക. ഇനി അങ്ങോട്ട് മഴക്കാലമാണ്, മഴക്കെടുതികളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രത പുലർത്തേണ്ട സമയമാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.